ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 10th പ്രിലിംസിന്റെ തേർഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അതിലെ മാത്സ് ആൻഡ് മെന്റബിലിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ 0.061 ഇൻറ്റു 1.3 എത്ര? 0.061 ഇൻറ്റു 1.3 എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0.0793. വർഗവും വർഗമൂലവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ ഏത്? വർഗവും വർഗമൂലവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ ഏത്? 1. ഓപ്ഷൻ സി 1. ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? ഓപ്ഷൻ ഡി 0. ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ വേഗത എത്ര? ഓപ്ഷൻ സി 60 കിലോമീറ്റർ പെർ മണിക്കൂർ. 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 550 രൂപയ്ക്ക് വിറ്റ ലാഭശതമാനം എത്ര? ഓപ്ഷൻ ഡി 10. 2/7ന്റെയും 1/4ന്റെയും തുക എത്ര? ഓപ്ഷൻ എ 15/28. 4 വ്യക്തികളുടെ ശരാശരി പ്രായം 40 ആണ്. പുതിയ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി പ്രായം 45ആയി വർദ്ധിച്ചു. എങ്കിൽ പുതുതായി വന്നയാളുടെ പ്രായം എത്ര? ഓപ്ഷൻ സി 65. 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻ ഡി 128. എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻ ഡി 110. 20, 24, 60 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? 120. 15 × 6 + 120 ഹരിക്കണം 4 - 50 = ഓപ്ഷൻ ഡി 70. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? 2/10. ഓപ്ഷൻ ബി. അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 5:1 ആണ്. 4 വർഷം കഴിഞ്ഞ് ഇത് 4:1 ആകുന്നുവെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഓപ്ഷൻ എ 60. താഴെ തന്നിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക. 42. ഒരു വാച്ച് 20% നഷ്ടത്തിൽ 400 രൂപയ്ക്ക് വിറ്റു. എന്നാൽ വാങ്ങിയ വില എത്ര? ഓപ്ഷൻ ഡി 500. 8, 11, 14, 17, 20 ഡാഷ് എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര? 730. ഓപ്ഷൻ സി 730. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിന്റെ വർഗം 64 ആയാൽ സംഖ്യ ഏത്? ഓപ്ഷൻ സി 5. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാം ആണ്. ടീച്ചറെയും ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി ഭാരം 36 കിലോഗ്രാം ആയാൽ ടീച്ചറുടെ ഭാരം എത്ര? 66. ഓപ്ഷൻ സി 66. 2, 6, 12, 20, 30 ഡാഷ് എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്? ഓപ്ഷൻ ബി 42. ഓപ്ഷൻ ബി 42. ഒരു സംഖ്യയുടെ 2/3 ഭാഗം 80 ആണെങ്കിൽ സംഖ്യ ഏത്? ഓപ്ഷൻ സി 120. താങ്ക് യു.